സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ. വ്യാഴാഴ്ച രാവിലെ മുതൽ ടെസ്റ്റ് ബഹിഷ്കരിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. കുട്ടനാട്ടിലും പ്രതിഷേധം ശക്തമായി. അശാസ്ത്രീയ ഉത്തരവിൽ പിൻവലിക്കുക. ഓണേഴ്സ് സമിതിയുടെ പ്രതിഷേധം. ഓണേഴ്സ് സമിതിയുടെ പ്രതിഷേധം. റോഡ് ടെസ്റ്റിന് ശേഷം മാത്രം എച്ച് ടെസ്റ്റ്. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കൽ, വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാമാണ് പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത്തരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചത്. കുട്ടനാട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണത്തിനെയാണ് എതിർക്കുന്നതെന്നും ഭാരവാഹികൾ KCV ന്യൂസിനോട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ ലോബിയും പുസ്തകങ്ങളെ കയ്യിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ മേഖല എത്തിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു നടപടിയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഈ കയറിയിട്ട് 6 മാസം പോലും ആയില്ല. പുള്ളി സഡനെയുള്ള ഈ തീരുമാനം എടുത്തേക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ ഗ്രൗണ്ട് പോലും കുട്ടനാട്ടില് നമ്മൾ ഒരു വ്യക്തിയുടെ ലീസിന് എടുത്തിട്ട് ആണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം RT ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കാണ്. എന്നിട്ട് നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് വേണം ഫീസ് അടയ്ക്കുക എന്ത് കാര്യത്തിനും ചെല്ലാൻ. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിഷ്കാരങ്ങളാണ് സർക്കുലറിൽ വന്നേക്കുന്നത്. അപ്പം ഈ പരിഷ്കാരങ്ങൾക്ക് ഒരിക്കലും ഡ്രൈവിംഗ് സ്കൂളുകാർ എതിരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചേക്കാണ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ. പക്ഷെ ഞങ്ങൾ പരിഷ്കാരങ്ങൾക്ക് എതിരല്ല. കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഈ പരിഷ്കാരത്തിന് എതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധ സമരം. ഒരു കുട്ടിയുടെ 1500 രൂപ വെച്ച് ഫീസ് മേടിക്കുന്നുണ്ട്. ആ ഫീസ് മേടിക്കുന്നതിൽ ഗവൺമെന്റ് ആ ഫീസ് മതി ഈ കേരളത്തിൽ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. 200 കോടി രൂപയോളം ഒരു മാസം ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് ഈ ഡ്രൈവിംഗിന്റെ ഈ ലേണേഴ്സ് ഫീസിൽ നിന്ന്. അതിൽ നിന്ന് 1% മാറ്റിവെച്ചാൽ ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ. അതുപോലും കൂടെ ഗവൺമെന്റ് ചെയ്യാതെ കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ഡ്രൈവിംഗ് സ്കൂൾ പാവപ്പെട്ടവരെ അവരെ കഞ്ഞുകൂടി മുട്ടിക്കുക എന്നുള്ള ഒരു ഒറ്റ നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. എന്താണ് ഗവൺമെന്റിന് ഇത്ര വാശി? എന്താണ്? സമരം ശക്തമായതോടെ മങ്കൊമ്പില കേന്ദ്രത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നില്ല. ടെസ്റ്റിനെത്തിയവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. 2 മാസം മുമ്പ് ലേണേഴ്സ് എടുത്ത് വന്നതായിരുന്നു. ഇന്ന് ആ ഡേറ്റിന് കിട്ടിയത്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് നടന്നില്ല. കുറെ നാൾ കൂടി ഇരുന്ന് വന്നതായിരുന്നു. ഇന്ന് ടെസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ളതെല്ലാം ശരിയായിട്ട് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ അതിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. പുതിയ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഇനി 1 മാസം കഴിഞ്ഞ് നടക്കത്തുള്ളൂ. ലൈസൻസ് നിർബന്ധമാണ്. ഞാൻ UK ലോട്ട്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ല അതിന്റെ കാര്യം. ഇനിയിപ്പോ പുതിയ ഡേറ്റ് എടുക്കണം. മങ്കൊമ്പ് തെക്കേക്കരയിലെ ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി SD രമേശൻ സിംല ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് രാജേഷ് റോയൽ അധ്യക്ഷനായി. സെക്രട്ടറി സതീശൻ ജെമിനി, സുധാ സാരഥി, CR മോഹനൻ, രാജേന്ദ്രൻ അമയ, ജയപ്രകാശ്, അരുൺ ശ്രീനാരായണ തുടങ്ങിയവർ സംസാരിച്ചു.